Dear students, welcome to CBSE 8th Standard Maths 2nd Chapter Linear Equation in one variable. This linear equation in one variable exercise 2.2 second exercise ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് application level ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്ലസ് എന്നുള്ള ഒരു കാര്യം ഇക്വേഷൻ്റെ സൈഡ് മാറുമ്പോൾ അത് മൈനസ് ആവും, മൈനസ് എന്നുള്ളത് ഇക്വേഷൻ്റെ സൈഡ് മാറുമ്പോൾ പ്ലസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായിട്ട് മാറും, ഡിവിഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും, നമുക്ക് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അല്ലേ. അഡീഷൻ സബ്ട്രാക്ഷൻ ആവും, സബ്ട്രാക്ഷൻ എന്തായിരിക്കും നമുക്ക് ഒരു അഡീഷനായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കും. ഇഫ് യു സബ്ട്രാക്ട് 1/2 ഫ്രം എ നമ്പർ and multiply the result by 1/2, you get 1/8. What is the number? What is the number എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദ്യമായിരിക്കും നമ്മുടെ എന്തായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ നമ്പർ? ദാറ്റ് ഈസ് ദ വേരിയബിൾ. ലെറ്റ് ദ നമ്പർ, ആ നമ്പർ നമുക്ക് എന്തെടുക്കാം, അറിയില്ലല്ലോ നമ്പർ എന്താണെന്നുള്ളത്. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ആ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി പറയുന്ന ഓരോരോ സെൻറ്റൻസുകളും നമ്മൾ നോക്കണം. ഇഫ് യു സബ്ട്രാക്ട് 1/2 ഫ്രം എ നമ്പർ, ആ നമ്പറിൽ നിന്ന് നമ്മൾ 1/2 സബ്ട്രാക്ട് ചെയ്യണം, എക്സ് മൈനസ് 1/2. ഇനി അടുത്തത് എന്താ പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് മൾട്ടിപ്ലൈ ദ റിസൾട്ട് ബൈ 1/2. ഇപ്പോൾ കിട്ടിയ ഈ റിസൾട്ടിന് നിങ്ങൾ വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യു ഗെറ്റ് 1/8. യു ഗെറ്റ് 1/8 മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു 1/8. ഇങ്ങനെയാണ് ചെയ്യുക. ദ നമ്പർ മൈനസ് 1/2 മൾട്ടിപ്ലൈ ബൈ 1/2, യു ഗെറ്റ് 1/8. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി എന്താ, എങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലൈ 1/2നെ സൈഡ് മാറ്റലാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നത്, ഡിവിഷനായിട്ട് മാറും. സോ ഇറ്റ് ഈസ് എക്സ് മൈനസ് 1/2 ഈക്വൽ 1/8 ഡിവൈഡ് ബൈ 1/2. മൾട്ടിപ്ലൈ 1/2 എന്നുള്ള സൈഡ് മാറിയിട്ട് ഡിവൈഡ് 1/2 ആയിട്ട് മാറും. സോ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 1/8 ഇൻറ്റു 2/1. 1/8 ഇൻറ്റു 2/1. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, നമുക്കറിയാം, ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ 1/2ൻ്റെ റെസിപ്രോക്കലാണ് 2/1. 2/1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 8 4 ടൈംസ് പോവും. സോ യു വിൽ ഗെറ്റ് എക്സ് മൈനസ് 1/2 ഈക്വൽ 1/4 എന്നായി അല്ലേ. എക്സ് മൈനസ് 1/2 ഈക്വൽ 1/4. എക്സിൻ്റെ വാല്യൂ കാണണം. എക്സിൻ്റെ വാല്യൂ കാണാൻ എക്സിനോട് കീപ്പ് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഓൾറെഡി 1/4 ഉണ്ട്. ബാക്കി എന്താണുള്ളത് ഇവിടെ, നെഗറ്റീവ് 1/2. സബ്ട്രാക്ട് 1/2നെ സൈഡ് മാറ്റാനേ പറ്റുള്ളൂ. സബ്ട്രാക്ഷൻ എന്തായാലും മാറുന്നത് അഡീഷനായിട്ട് മാറും. സോ എക്സ് ഈക്വൽ ടു 1/4 പ്ലസ് 1/2. കാലും അരയും കൂട്ടി നമുക്ക് എല്ലാവർക്കും ഈസി കിട്ടും, മുക്കാലാണല്ലേ. സോ ഇറ്റ് ഈസ് 3/4. സോ ദ ഫസ്റ്റ് ആൻസർ ഈസ് 3/4. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂൾ ഈസ് 154 meter. Its length is 2 meter more than twice its breadth. What are length and breadth of the pool? ക്വസ്റ്റ്യൻ വായിക്കണം. ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂൾ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ വരും. റെക്ടാങ്കിൾ എന്തെല്ലാം ഉണ്ടായിരിക്കും, ലെങ്ത് ഉണ്ടായിരിക്കും, പിന്നെന്താണ്, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും. പിന്നെ പെരിമീറ്ററിനെ പറ്റി പറയുന്നുണ്ടല്ലേ. എങ്ങനെ നമ്മൾ സാധാരണ പെരിമീറ്റർ കാണല്, ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള മെത്തേഡാണ് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്, റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂളിൻ്റെ പെരിമീറ്റർ 154 meter ആണ്. സോ ഇറ്റ് ഇസ് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് 154 meter. ഇനി നോക്കാം. ലെങ്ത് ഈസ് 2 meter മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതായത് ലെങ്ത്ത് എന്നുള്ളത് 2 meter മോർ ദാൻ മീൻസ് +2. ഓക്കെ, 2 meter 2 കൂടുതലാണ്. ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എത്രയാണോ അതിൻ്റെ ട്വൈസിനോട് അല്ലേ. ട്വൈസ് മീൻസ് 2. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 2b + 2. ലെങ്ത് ഇസ് ഈക്വൽ ടു 2b + 2. ലെങ്ത്തിനെ കാണുന്നതാണ് 2b + 2. വാട്ട് ആർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പൂൾ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ എക്സ് എടുക്കുക, നമുക്ക് ലെങ്ത്തും അറിയില്ല, ബ്രെഡ്ത്തും അറിയില്ല. പക്ഷെ നിങ്ങൾ കാര്യം ചെയ്തോ, ലെങ്ത്തിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, ലെങ്ത്തിനെ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, ലെങ്ത് ഇസ് ഈക്വൽ ടു 2 മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് നമുക്ക് തൽക്കാലം തീർക്കാം. ലെറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ്. ബ്രെഡ്ത്തിന് നമ്മൾ എക്സ് എടുത്തു. സോ വാട്ട് ഈസ് ലെങ്ത്? ലെങ്ത് ഈസ് 2 ബ്രെഡ്ത്ത്, 2 ടൈംസ് ബ്രെഡ്ത്ത്, എക്സ് പ്ലസ് 2x + 2. സോ നമുക്ക് ബ്രെഡ്ത്ത് കിട്ടി, ലെങ്ത്തും കിട്ടി. ഇനി നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, പെരിമീറ്റർ ഈസ് ഗീവൺ, 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഗീവൺ അല്ലേ. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് 154 meter എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 154 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ആണല്ലേ, നമ്മൾ സാധാരണ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ഈ മൾട്ടിപ്ലിക്കേഷൻ 2നെ നിങ്ങൾ സൈഡ് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 154 ഡിവൈഡ് ബൈ 2. What is 154 divided by 2? So you will get length plus breadth is equal to 77 കിട്ടും. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? 77 എന്ന് കിട്ടും. ഇനി ലെങ്ത്ത് എന്നുള്ളത് എന്തായിരുന്നു? 2x പ്ലസ് 2. ലെങ്ത്ത് ഈസ് 2x പ്ലസ് 2. ഈ ലെങ്ത്തിൻ്റെ വാല്യൂ 2x പ്ലസ് 2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2. ബ്രെഡ്ത്തിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്രെഡ്ത്ത് എന്താണ്? എക്സ് ആണല്ലേ. സോ ബ്രെഡ്ത്ത് ഈസ് എക്സ്. സോ ഇറ്റ് ഈസ് 77. നിങ്ങൾ വീഡിയോ പറയുന്നത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. നിങ്ങളിത് പോസ് ചെയ്ത് കാണണം. സോ 2x പ്ലസ് 2 പ്ലസ് എക്സ് ഈക്വൽ ടു 77. ഇവിടെ മൊത്തം എത്ര എക്സ് ഉണ്ട്? ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഒരു 2x ഉണ്ട്, ഒരു എക്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എക്സ് ആയി? 3x ആയി. സോ 3x പ്ലസ് 2 ഈക്വൽ 77. സോ എക്സിൻ്റെ വാല്യൂ കാണണ്ടേ? എക്സിൻ്റെ വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ഈ പോസിറ്റീവ് 2നെ സൈഡ് മാറ്റണം. സോ യു വിൽ ഗെറ്റ് 3x ഈക്വൽ ടു 77 മൈനസ് 2. വാട്ട് ഈസ് 77 മൈനസ് 2? 75. അതായത് 3x ആണ് നിങ്ങൾക്ക് കിട്ടുന്ന 75. സോ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടുക? 75 ഡിവൈഡ് ബൈ 3. 75 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും നിങ്ങൾക്ക്? 22. പിന്നെ 15ൽ 5 അല്ലേ, 25. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 25 കിട്ടി. എക്സ് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്താണ്. സോ ലെങ്ത്ത് എന്തായിരിക്കും വരും? സ്വാഭാവികമായിട്ടും ലെങ്ത്ത് എന്നുള്ളത് എന്ത് വരും? 2 times x, that is 2 into 25 plus 2. 2 into 25 is 50 plus 2, that is 52. 50 plus 2 is 52 വരും. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടി 52, ബ്രെഡ്ത്ത് എത്രയാണ്? 25. നമ്മൾ ആൻസർ കൺക്ലൂഡ് ചെയ്യണം അങ്ങനെ. ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 25 എന്നും ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 52 ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 25. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. മറക്കരുത്, ചെയ്ത രീതികൾ ക്ലിയർ ആണല്ലോ. പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ കാണാനുള്ള മെത്തേഡ് എന്താണ്? 2 into ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? ഒരു ലെങ്ത്തിനെയാണ് ബ്രെഡ്ത്തുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്. ലെങ്ത്ത് എന്നുള്ളത് 2 meter more than, that is length is equal to 2 meter more than plus 2 twice the breadth, 2x. Okay, so the final answer is length is equal to 52, breadth is equal to 25. Any third question, the base of an isosceles triangle is 4/3 centimeter. ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ട് 2 വര അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് ആ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇഫ് 2 sides ആർ ഈക്വൽ വി ക്യാൻ സേ ദാറ്റ് എനി 2 sides കേട്ടോ, ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയാൽ ആ ട്രയാങ്കിളിനെ നമുക്ക് പറയാൻ പറ്റും ഐസോസെലസ് ട്രയാങ്കിൾ. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയാൽ മതി. സൈഡ് ഈക്വൽ ആണെങ്കിൽ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി. ഇവിടെ പറയുന്നത് ദ ബേസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 4/3 centimeter. ദ ബേസ് ദിസ് ഈസ് 4/3 centimeter. What is the length of the either remaining equal side? നമുക്കറിയില്ല, ഈ സൈഡുകൾ നമുക്കറിയില്ല. ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തതും എക്സ് ആണ്. എന്താ കാരണം? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ എന്താ പ്രത്യേകത? അതിൻ്റെ 2 സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഒരു കാര്യം തന്നല്ലോ, പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് പെരിമീറ്റർ? 4 2/15 centimeter. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി. എല്ലാ സൈഡും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്താ പറയാൻ പറ്റുക? പെരിമീറ്റർ. സോ ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഗിവൺ. പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 4 2/15 centimeter. 4 2/15 എന്നുള്ളത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്കതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെയാക്കുക? 4ഉം 15ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. 4 into 15 is 60. 60 plus 2 is 62/15 ആക്കി മാറ്റാം അല്ലേ? 62/15 centimeter ആക്കി മാറ്റാം നമുക്ക്. ഈ പെരിമീറ്റർ കാണുന്നത് എങ്ങനെ? എല്ലാ സൈഡും ആഡ് ചെയ്യണം അല്ലേ? എക്സ് പ്ലസ് എക്സ് പ്ലസ് 4/2, എക്സ് പ്ലസ് 4/2 അല്ല, 4/3. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 62 ഡിവൈഡ് ബൈ 15 centimeter കിട്ടുക. ഇവിടെ നിങ്ങൾ നോക്കൂ, എക്സും ആഡ് ചെയ്യുമ്പോൾ എത്ര എക്സ് ആയി? ഇവിടെ 2x ആയി. സോ ഇറ്റ് ഈസ് 2x. ദെൻ ടേക്ക് ദിസ് 4/3 to that side, that is negative 4/3. 62/15 minus 4/3. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്ക് താഴെ ഈ 3നെ നമുക്ക് 15 ആക്കി മാറ്റണം. ഈ 3നെ നമുക്ക് 15 ആക്കി മാറ്റണം. അതിന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെ നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 2x equal to 62/15 minus 20/15 അല്ലേ? 62/15 minus 20/15. 62 minus 15 കോമൺ ഡിനോമിനേറ്റർ ആണ്. 15 എഴുതിയാൽ മതി. ന്യൂമറേറ്റർ ഈസ് 62 minus 20, that is 42. 42 divided by 15 എന്ന് കിട്ടി. സോ 2x equal to എത്ര കിട്ടുന്നത്? 2x equal to 42 divided by 15. സോ
യു വാണ്ട് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദി എക്സ്. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഇൻറ്റു 2 നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡിലോട്ട് മാറ്റണം. ഇൻറ്റു 2 മാറുമ്പോൾ എന്തായി മാറും? ഡിവൈഡ് ബൈ 2 അല്ലേ? 42/15 ഡിവൈഡ് ബൈ 2. 42/15 ഡിവൈഡ് ബൈ 2. വെറും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/1 ആണ്. ആക്ച്വലി 15ൻ്റെ താഴെ കൊണ്ട് എഴുതിയാൽ മതി. 15ൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ താഴെയല്ല 15/2 എന്ന് എഴുതിയാൽ മതി. ഇതൊന്ന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരികയാണ്. എക്സ് ഇക്വൽ ടു ഇങ്ങനെ വന്നു. എക്സ് ഇക്വൽ ടു 42/15 ഡിവൈഡ് ബൈ 2. സോ എക്സ് ഇക്വൽ ടു 42/15 ഇൻറ്റു 1/2. 220 42 എത്ര ടൈംസ് പോകും? 21 ടൈംസ് പോകും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് നൗ? എക്സ് ഇക്വൽ ടു 21/15. 21/15 എന്നുള്ളത് സ്വാഭാവികമായിട്ടും മുകളിൽ ന്യൂമറേറ്റർ വലിയ നമ്പറും ഡിനോമിനേറ്റർ ചെറിയ നമ്പറുമാണ് അല്ലേ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് വലിയ നമ്പറും ഡിനോമിനേറ്റർ എന്താണ്? ചെറിയ നമ്പറുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റും. സോ എക്സ് ഇക്വൽ ടു എത്ര ടൈംസ് പോകും? എന്തായാലും 15 21 എത്ര ടൈംസ് പോകും? 1 ടൈമേ പോകുള്ളൂ അല്ലേ? 21 ഡിവൈഡ് ബൈ 15 നിങ്ങൾ നോക്കി. 21 നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈം 1 15 ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? നമുക്കിവിടെ 6 ഉണ്ടായിരിക്കും. സോ ഇതെന്താണ് സംഭവം? ദിസ് ഇസ് ദ കോഷ്യൻറ്റ് ആൻഡ് ദിസ് ഇസ് ദ റിമൈൻഡർ ആൻഡ് ദിസ് ഇസ് ദ ഡിവൈസർ. സോ എങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയ QRD എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. കോഷ്യൻ്റ് ആദ്യം എഴുതും. കോഷ്യൻ്റ് ഈസ് 1. ദെൻ റിമൈൻഡർ ടോപ്പിൽ എഴുതണം. റിമൈൻഡർ നമുക്ക് കിട്ടിയത് 6 ആണ്. ആൻഡ് ദിസ് ഇസ് 15. 1 6/15 സെൻറ്റിമീറ്റർ. ഇതാണ് എല്ലാ സൈഡുകളും. Therefore length of the either side of the remaining equal sides equal to what is the answer? 1 6/15 സെൻറ്റിമീറ്റർ. 1 6/15 സെൻറ്റിമീറ്റർ. നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എഴുതും വേണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, ദെൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ സം ഓഫ് 2 numbers ഈസ് 95. 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 95 കിട്ടും. ഇഫ് 1 exceeds the other by 15, ഒരു നമ്പർ മറ്റൊരു നമ്പറിനെക്കാട്ടിയും 15 കൂടുതലാണ്. ഫൈൻഡ് ദ നമ്പേഴ്സ്. സം ഓഫ് 2 numbers ഈസ് 95. വി ഡോണ്ട് നോ വിച്ച് ആർ ദ നമ്പർ. 2 numbers, സം ഓഫ് ദ 2 numbers ഈസ് 95. ആൻഡ് 1 number exceeds the other by 15. exceeds എന്താ? കൂടുതലാണ്, പ്ലസ് ആണ്. ദ അതർ ബൈ 15, ഒന്ന് മറ്റേനെക്കാട്ടിലും 15 കൂടുതലാണ്. സോ ഫസ്റ്റ് നമ്പർ നമുക്ക് എക്സ് എടുക്കാം. സെക്കൻഡ് നമ്പർ എത്ര നമ്മൾ എടുക്കുക? ഇതിനെക്കാട്ടിലും എക്സിനെക്കാട്ടിലും 15 കൂടുതൽ. എക്സ് പ്ലസ് 15 ദാറ്റ് ഈസ് 95. ക്ലിയർ ആണല്ലോ? സോ ലെറ്റ് ദ നമ്പേഴ്സ്, നമുക്ക് നമ്പേഴ്സ് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ലെറ്റ് ദ നമ്പേഴ്സ് എക്സ് ആൻഡ് എക്സ് പ്ലസ് 15. എങ്ങനെയാണ് തവണോട് പറയട്ടെ? അറിയാത്ത നമ്പർ എക്സ് ആണ്. 2 നമ്പർ നമുക്കറിയില്ല. അതിന് പറഞ്ഞു ഒരു നമ്പർ എക്സ്, അടുത്ത നമ്പർ എന്നുള്ളത് ആദ്യത്തെ നമ്പറിനെക്കാട്ടിലും എന്താണ്? 15 കൂടുതലാണ്. എക്സീഡ്സ് ദ അതർ ബൈ 15. ആദ്യത്തെ നമ്പറിനെക്കാട്ടിലും 15 കൂടുതൽ രണ്ടാമത്തെ നമ്പർ. സം ഈസ് 95. സോ എക്സ് പ്ലസ് 15 കേട്ടോ. ഇത് ഫസ്റ്റ് നമ്പർ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് നമ്പർ. ഇറ്റ് ഈസ് 95. ഈസി ആണല്ലോ? എക്സും 2x ഈക്വൽ ടു ഹിയർ 95. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 15 കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 80 കിട്ടും അല്ലേ? So 2x is 2 into x. 2 into x equal to 80. So what is the value of x? X equal to 80 divided by 2. What is 80 divided by 2? 40. X in the value 40 anengil, what is the next number? One is x and other is x plus 15. So x, and what is x plus 15? Therefore x plus 15, this is the second number. X plus 15 is the second number. 40 plus 15, what is 40 plus 15? 55. Therefore the numbers are 40 and 55. Therefore numbers, നമുക്കറിയില്ലല്ലോ നമ്പേഴ്സ്, നമ്മളതാണ് കാണാൻ പോകുന്നത്. Therefore numbers 40 and 55. ജസ്റ്റ് നോക്കിയാൽ മതി എക്സാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാണോ എന്നുള്ളത്. സം ഓഫ് ദ 2 numbers ഈസ് 95. ശരിയല്ലേ? 40 plus 55 ഈസ് 95. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.